മണിപ്പൂർ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ക്രൂരമായ വംശീയഹത്യയാണ് മണിപ്പൂരിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം അവിടെ വെടിവെപ്പ് നടന്നു. 13 പേരാണ് കൊല്ലപ്പെട്ടത്. 7 മാസത്തോളമായി മണിപ്പൂർ നിന്ന് കത്തുകയാണ്. രാജ്യ ഭരണാധികാരികൾക്കും സംസ്ഥാന ഭരണാധികാരികൾക്കും അതിനെതിരെ ചെറുവിരലനക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, ഒരു പ്രതിഷേധ സ്റ്റേറ്റ്മെന്റ് പോലും കൊടുക്കാൻ തയ്യാറല്ല. ആരാണ് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി? മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ഇന്ന് BJP ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നല്ലൊരു കാലം അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. ദീർഘകാലം കോൺഗ്രസിന്റെ MLA, ദീർഘകാലം കോൺഗ്രസിന്റെ മന്ത്രി. അങ്ങനെയുള്ള വ്യക്തിയാണ് മണിപ്പൂരിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി. ഇങ്ങനെ ഒരു വംശത്തെ ആകെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് സർക്കാർ സ്പോൺസേർഡ് കലാപങ്ങൾ മണിപ്പൂരിലും മറ്റിടങ്ങളിലും നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന ഗ്രന്ഥം 3 ആഭ്യന്തര ശത്രുക്കളെ സൂചിപ്പിക്കുന്നു. അതിലൊന്ന് ക്രിസ്ത്യൻ ജനവിഭാഗമാണ്, മറ്റൊന്ന് മുസ്ലിം ജനവിഭാഗമാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകളാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ വളരെ ബോധപൂർവം ക്രിസ്മസ് ആഘോഷത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ബോധപൂർവം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. എന്നാൽ ക്രിസ്മസ് നിർഭയം ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്ന ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിന്റെ പേര് കേരളമാണെന്നും ആ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്നും ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അത് നടക്കില്ല. ഇവിടെ ക്രമസമാധാന പരിപാലനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇവിടെ അത്തരത്തിലുള്ള അക്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള നിലപാടുകൾ LDF സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ ക്രമസമാധാനം ഭദ്രമാക്കി, വർഗീയ കലാപങ്ങളില്ലാത്ത നാടാക്കി മാറ്റി, വിദ്വേഷ പ്രസംഗങ്ങളില്ലാത്ത നാടാക്കി മാറ്റി, ജനങ്ങളുടെ സാഹോദര്യം ഉറപ്പിച്ച് മതസഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ ചില കൂട്ടർ ചിന്തിക്കാൻ ഇടവരുന്നത്? നാം പരിശോധിക്കേണ്ടതല്ലേ? എങ്ങനെയാണ് ഒരു മനുഷ്യനെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വേഷത്തിന്റെ പേരിൽ ആക്രമിക്കാനുള്ള ഒരു വാസന വളർന്നു വരുന്നത്? അത് ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ എളുപ്പത്തിലോ വേഗത്തിലോ അല്ല. കുട്ടികളെ ചെറുപ്പം മുതലേ പാഠപുസ്തകങ്ങളിൽ വർഗീയ വിഷം കുത്തിവെക്കാനുള്ള ശ്രമം നടത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിന് ശ്രമം നടത്തുന്നു. അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് സിലബസുകൾ നിശ്ചയിക്കുന്നവരാര് എന്ന് BJP സംഘപരിവാർ തീരുമാനിക്കും. കേരളത്തിലെ സമാനമായ സംഭവങ്ങളെ നാം ഇതുമായി കോർത്തിണക്കി കാണണം. കേരളത്തിലും ഭാവിയിൽ വർഗീയ കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം, മതവർഗീയവൽക്കരണം, അന്യമത വിരോധം, ഇതൊക്കെ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം സിലബസുകളിൽ വർഗീയ വിഷം കുത്തിവെക്കുവാൻ സർവകലാശാലയുടെ അക്കാഡമിക് മേഖലയിൽ അനർഹരെ കുത്തിക്കയറ്റാനുള്ള ശ്രമം സംഘപരിവാർ നടത്തുന്നു. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാൻസലറുമായി ബന്ധപ്പെട്ട വിവാദം. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഗവർണർ സംസ്ഥാനത്ത് ഭരണഘടനാ തലവനാണ്. എന്നാൽ ഗവർണർക്ക് ഭരണനിർവഹണ അധികാരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭരണഘടനയുടെ 123 ക്ലോസ് 1, ഖണ്ഡിക ആർട്ടിക്കിൾ 163 ക്ലോസ് 1 പ്രകാരം ഗവർണർ മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. അതാണ് പൊതുവെ പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സംഘപരിവാർ രാഷ്ട്രീയം ഇത്തരം പദവികളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് മുൻകാലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. 1974 ഷംഷേർ സിംഗ് കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ ചാൻസലർ പ്രവർത്തിക്കാവൂ, ഗവർണർ പ്രവർത്തിക്കാവൂ എന്ന് വ്യക്തമാക്കിയതാണ്. മന്ത്രിസഭയുടെ തീരുമാനം നിരസിക്കാൻ ഗവർണർക്ക് ഒരവകാശവുമില്ലെന്ന് ഈ കേസിന്റെ വിധിന്യായത്തിൽ സ്പഷ്ടമാക്കിയതാണ്. നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ചരിത്രം ഇതെല്ലാം സൂചിപ്പിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കർ ഗവർണർ പദവിയെക്കുറിച്ച് പറഞ്ഞത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. The governor under the constitution has no functions which he can discharge by himself. No functions at all. While he has no functions, he has certain duties to perform. അതായത് ഗവർണർക്ക് ഭരണഘടന പ്രകാരം സ്വയം ചെയ്യാവുന്ന ഫംഗ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതേസമയം അദ്ദേഹത്തിന് ചില കടമകളുണ്ട്. ആ കടമയാണോ ഇന്ന് സംഘപരിവാർ ഭരണത്തിൽ രാജ്യത്തെ ഗവർണർമാർ നടത്തുന്നതെന്ന് പരിശോധിക്കുന്നത് ഉചിതമാകും. രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച സർക്കാരിയ കമ്മീഷൻ 1988 സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗവർണർ പദവിയെക്കുറിച്ച് പറയുന്നത് ഗവർണർ ഒരു ഡിറ്റാച്ച്ഡ് ഫിഗർ ആവണമെന്നാണ്. സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത, ഭരണപാർട്ടിയിൽ അംഗമല്ലാത്ത ആളാവണമെന്നുള്ളതാണ്. ഞാൻ
ഇന്ന് കേരളത്തിന്റെ ഗവർണറുടെ ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും ഒന്നും തന്നെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആകെ ഉണ്ടാവുന്ന സംശയം, നിരവധി പാർട്ടികളിൽ പ്രവർത്തിച്ചത് കൊണ്ട് ഏത് പാർട്ടിയിലാണ് കൂടുതൽ കാലം പ്രവർത്തിച്ചതെന്നുള്ള സംശയമാകും. അതെന്തായാലും ഓരോരുത്തരും സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. ഇപ്പോൾ എങ്ങനെ നിലനിൽക്കുന്നു, ഏത് രാഷ്ട്രീയത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ എന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെയും മറ്റ് ബന്ധപ്പെട്ട പല കേസുകൾ പൊതുവെ പരിശോധിച്ചപ്പോൾ അതിലൊക്കെ തന്നെ ഒരുപോലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോ ഗവർണർ പോയത് എങ്ങോട്ടാണ്? RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ. RSS എന്ത് സംഘടനയാണെന്ന് ഞാൻ പറയേണ്ടതില്ല. മതരാഷ്ട്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 1925 RSS രൂപം കൊണ്ടത്. 1925 രൂപം കൊണ്ട RSS മതരാഷ്ട്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. RSS പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഗവർണർ ദില്ലിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ഒരു ഔദ്യോഗിക പരിപാടിയായി മാറുന്നത്? കേസരി സൗത്ത് കോൺക്ലേവ് പരിപാടിയാണ് ഗവർണറുടെ മുഖ്യ പരിപാടി എന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. നേരത്തെ 2 മാസം മുമ്പ് RSS തലവനെ ഗവർണർ സന്ദർശിച്ചതും നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. അങ്ങനെ RSSന്റെ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം പദവികൾ ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ പ്രവണതയെ തള്ളിപ്പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ പ്രതിപക്ഷ നേതാവ് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സർവകലാശാലകളിലെ കാവ്യവൽക്കരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ കേരളത്തിലും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി ചില നീക്കങ്ങൾ RSS നടത്തുമ്പോൾ ആ നീക്കങ്ങളെ ഭരണഘടനാപരമായി ചെറുക്കുന്ന ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ നിർവഹിച്ചു വരുന്നത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. അധികാരം ലഭിക്കാത്തിടത്ത്, അതുപോലെ അധികാരം ലഭിക്കാൻ സാധ്യതയില്ലാത്തയിടത്ത് RSSന്റെ രാഷ്ട്രീയ ഉപകരണമായി ഇത്തരം പദവികൾ മാറുന്നു എന്നുള്ളത് ഇതിനകം തന്നെ നമ്മളേറെ ചർച്ച ചെയ്തതാണ്. ഈ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചാബ്, തമിഴ്നാട്, നമ്മുടെ കേരളം എന്നീ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ പോരാട്ടം നടത്തുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡ്, കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഒക്കെ അവരുടെ കോൺഗ്രസ് ഭരണകാലത്ത് BJP ഗവർണർ പദവി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെതിരെ ഇതുപോലെ പ്രതിഷേധിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. രാജസ്ഥാൻ എടുത്ത് പരിശോധിച്ചാൽ അടുത്ത കാലം വരെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന സംസ്ഥാനമാണല്ലോ. സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടലുകളിൽ വശം കെട്ടപ്പോഴാണ് രാജസ്ഥാൻ സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതികൾക്കായി ജയ്നാരായൺ വ്യാസ് സർവകലാശാലയിലെ മുൻ VC PC ത്രിവേദി അധ്യക്ഷനായുള്ള കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലർമാരെ മുഖ്യമന്ത്രി നിയമിക്കണമെന്നാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ ഇത് അറിയാഞ്ഞിട്ടല്ല. ഛത്തീസ്ഗഡ്, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനത്തിലാണ് കോൺഗ്രസ് സർക്കാരും ഗവർണറും ഏറ്റുമുട്ടിയത്. അന്ന് ഉയർത്തിയ മുദ്രാവാക്യം BJP ഇതര സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർ പദവി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഉയർത്തിയ മുദ്രാവാക്യം. ഖുഷ്ബാവു താക്കറെ സർവകലാശാലയെ, പണ്ഡിറ്റ് സുദർശൻ ലാൽ ശർമ്മ ഓപ്പൺ സർവകലാശാലയിലെ VC നിയമനങ്ങളും നേരത്തെ ഗവർണർ അനസൂയ ഉയ്ക്കെ നേരിട്ട് നടത്തുകയുണ്ടായി. ഇതിൽ ഖുഷ്ബാവു താക്കറെ സർവകലാശാലയിൽ VC ആയി നിയമിക്കപ്പെട്ട ബൽദേവ് ഭായ് ശർമ്മ RSS മുഖമാസികയായ പാഞ്ചജന്യത്തിന്റെ എഡിറ്റർ ആയിരുന്നു എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തികഞ്ഞ RSS മതരാഷ്ട്രവാദി അങ്ങനെ ഒരാളെ സർവകലാശാലയുടെ VC പദവിയിലിരുത്തി. RSS മുൻ തലവനായ K സുദർശന്റെ ജീവചരിത്രം എഴുതിയാണ് ഇദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. തുടർന്ന് 2020 മാർച്ച് 26 വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്ന ബില്ലുകൾ നിയമസഭയിൽ കോൺഗ്രസ് സർക്കാർ അവിടെ പാസാക്കിയതും ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മഹാരാഷ്ട്രയിലും സമാനമായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് സമയക്കുറവ് മൂലം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് എത്തി. തമിഴ്നാട്ടിൽ 2022 ഏപ്രിൽ മാസത്തിലാണ് തമിഴ്നാട്ടിലെ DMK സർക്കാർ വൈസ് ചാൻസലർ നിയമനാധികാരം ഗവർണറിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന 2 ബില്ലുകൾ പാസാക്കിയത്. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്നും ഒഴിവാക്കുന്ന ബില്ലും പാസാക്കി. പശ്ചിമ ബംഗാളിൽ എടുത്ത് പരിശോധിച്ചാൽ 2022 ജൂൺ മാസം 13 ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്നും മാറ്റി തലസ്ഥാനത്ത് മുഖ്യമന്ത്രി അവരോധിക്കുവാനുള്ള ബിൽ പശ്ചിമ ബംഗാൾ സർക്കാർ പാസാക്കിയത്. എന്നാൽ ഈ ബില്ലുകളൊന്നും അവിടെ ഗവർണർ അംഗീകരിച്ചിട്ടില്ല, ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണ സംവിധാനത്തിന് മുകളിലല്ല ഒരു ഗവർണർ പദവിയും എന്നുള്ളത്
കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. ഭരണഘടന അത് ഉറപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെ ഉള്ളൊരു നാട്ടിൽ ഇന്ത്യ എന്ന പേര് തന്നെ മാറ്റാൻ പോകുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കില്ല എന്നറിയാം. ഗുജറാത്ത് ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി തന്നെ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതേ അഭിപ്രായം പറഞ്ഞതാണ്. അന്ന് ഗുജറാത്ത് സർക്കാർ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ലോ ബിൽ അവതരിപ്പിച്ച് പാസാക്കി. ബില്ലിൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിച്ചുരുക്കി. ഈ ബില്ല് ഗവർണർ കോൺഗ്രസ് നോമിനിയായ കമല ബേനിവാൽ തിരിച്ചയച്ചു. അന്ന് UPA ഗവൺമെന്റ് ആയിരുന്നു. ആ ബില്ലാണ് പിന്നീട് തിരിച്ചയച്ചത്. 2015 ചുമതലയേറ്റ ഗവർണർ OP കോഹ്ലിയാണ് പിന്നീട് ഈ ബില്ലിൽ ഒപ്പിട്ടത്. അപ്പോ ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായപ്പോ ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക. ഇതൊന്നും അറിയാത്തവരല്ല ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവും. ഇത് പൊതുവെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെ സമാനമായ ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 2ാം UPA ഗവൺമെന്റിന്റെ കാലത്തുള്ള MM പൂഞ്ചി കമ്മീഷന്റെ റിപ്പോർട്ട് ഇത് അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ വളരെ വിശദമായ റിപ്പോർട്ട് ആയതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പൂഞ്ചി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള നിരവധി റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ പ്രശ്നം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ച് മത സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ച് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. BJP അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം RSS അജണ്ട നടപ്പിലാക്കാൻ ഇത്തരം ശ്രമങ്ങൾ നടത്താൻ ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് RSS നേതാക്കളെ നിയമിച്ചാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതുവഴി സിലബസുകളും പാഠപുസ്തകങ്ങളും കാവ്യവൽക്കരിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഭാഗമാണ് അതിലൂടെ രൂപപ്പെട്ടു വരുന്ന പൗരന്മാരാണ് ക്രിസ്മസ് ആഘോഷങ്ങളെ ആക്രമിക്കുന്നത്. അതിലൂടെ രൂപപ്പെട്ട പൗരന്മാരാണ് മുസ്ലിങ്ങളെ കാണുമ്പോൾ, വെള്ളത്തൊപ്പി ധരിക്കുന്നവരെ കാണുമ്പോൾ ചാടി വീണ് ആക്രമിക്കുന്നത്. കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ സിലബസുകളിലൂടെ വിഷം കുത്തിവെക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രം തിരുത്തി എഴുതുന്നു. അതിന്റെ ശ്രമമാണ് ഇവിടെ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിനെതിരെ ഒരക്ഷരമിണ്ടാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായോ? ആ ശ്രമത്തിനെതിരെ ഒരക്ഷരമിണ്ടാൻ കേരളത്തിലെ UDF മറ്റു കക്ഷികൾ തയ്യാറായോ? ഇതാണ് ചോദ്യം. ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അക്കാഡമിക് സമൂഹത്തിന്റെ മേൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും കടക്കുന്നില്ല. ഏതൊരു അക്കാഡമിക് സ്ഥാപനത്തിനും കാലങ്ങളായി അത് രൂപപ്പെടുത്തിയെടുത്ത അക്കാഡമിക് സ്വഭാവവും ചട്ടക്കൂടുകളും പ്രത്യേകതകളുമുണ്ട്. അതിനെ തകർത്ത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുകയാണ്. ഇന്ത്യയിലെ തലയെടുപ്പുള്ള കലാലയങ്ങളെല്ലാം സംഘപരിവാർ ഇത്തരം വർഗീയ വിഷം കുത്തി നിറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താൽ അവിടെയാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ വലിയ പ്രതിഭകൾ ചെയർമാൻമാരായിരുന്ന FTIയിലേക്ക് ഗജേന്ദ്ര ചൗഹാൻ എന്ന കടുത്ത സംഘപരിവാരകാരനെ TV സീരിയൽ നടനെ നിയമിച്ചത് 6 മാസത്തോളം നീണ്ടുനിന്ന വിദ്യാർത്ഥി സമരത്തിലേക്ക് വഴിവെച്ചു എന്നുള്ള ചരിത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. FTIക്ക് ശേഷം അദ്ദേഹത്തിന് വീണ്ടും നിയമനം നൽകി. BJPയുടെ ഹരിയാന സർക്കാർ അദ്ദേഹത്തെ പണ്ഡിറ്റ് ലക്ഷ്മി ചന്ദ് യൂണിവേഴ്സിറ്റി ഓഫ് പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സിന്റെ വൈസ് ചാൻസലറായി നിയമിച്ചു. ഇതേ ഹരിയാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അധ്യക്ഷനായി നിയമിച്ചത് മറ്റൊരു RSS ആശയ പ്രചാരകൻ BK കുദിയാലയായിരുന്നു. JNU സർവകലാശാല ലോകപ്രസിദ്ധമാണ്. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ ഒന്നാണ്. അവിടെ വലിയൊരു പ്രക്ഷോഭം നടന്നു. ലോകം ആദരിക്കുന്ന അക്കാഡമിക് പണ്ഡിതരുടെ സംഭാവന JNUവിൽ നമുക്ക് വിസ്മരിക്കാനാകില്ല. നിരവധി പേരുണ്ട്. അവിടെയാണ് വൈസ് ചാൻസലർ മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർ വരെ എല്ലാ പോസ്റ്റുകളിലേക്കും RSSന്റെ റിക്രൂട്ട്മെന്റ് നടത്തിയത്. അക്കാദമിക് കൗൺസിലിന്റെ അധികാരവും JNU ആക്ടിലെ 2ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ട് 27 ക്ലോസ് 2 നിഷ്കർഷിക്കുന്ന ഫാക്കൽറ്റി നിയമനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് 100ലേറെ പുതിയ നിയമനങ്ങൾ സംഘപരിവാറുകാരനായ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടത്തിയത്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിയമിക്കപ്പെട്ടവർ ആ വിഷയങ്ങളിൽ അക്കാദമിക് പരിശീലനം പോലും ലഭിക്കാത്തവരായിരുന്നു എന്നുള്ളതാണ് വാർത്തകൾ. ഒരു ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതി തന്നെ ഈ നിയമനങ്ങൾക്കെതിരെ രംഗത്ത് വന്നു. JNUവിലെമ്പാടും BJP ഭക്തരെ കുത്തിനിറച്ചതിന് ശേഷം VC ജഗദീഷ് കുമാറിന് UGC ചെയർമാനായി സ്ഥാനക്കയറ്റം നൽകി. 2016 BJP ഛത്തീസ്ഗഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ 6 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ വിളിച്ച് RSS യോഗം നടത്തിയ അനുഭവം ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ഭരണം മാറിയപ്പോൾ അനുസ്യൂയൊക്കെ
എന്ന ഗവർണറിലൂടെ സർവകലാശാലകൾ പിടിച്ചെടുക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. അദ്ദേഹം റായ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കുഷബ താക്കറെ ജേർണലിസം സർവകലാശാലയിൽ വൈസ് ചാൻസലറായി നിയമിച്ചത് RSSന്റെ മുഖമാസികയായ പാഞ്ചജന്യത്തിന്റെ എഡിറ്റർ ആയിരുന്ന ബാൽദേവ് ശർമ്മയെയാണ്. RSS സർസംഘചാലക് ആയിരുന്ന K. സുദർശന്റെ ജീവചരിത്രം കൂടിയാണ് എഴുതിയ ആളുകൂടിയാണ് ബാൽദേവ് ശർമ്മ എന്നുള്ളത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി. നേരത്തെ അദ്ദേഹം നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ തലപ്പത്തേക്കും പ്രതിഷ്ഠിച്ചിരുന്നു. 2017 പ്രാജ്ഞ പ്രവാഹ എന്ന RSS സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാറിന്റെ ദേശവീക്ഷണത്തിനനുസരിച്ച പദ്ധതി എങ്ങനെ നടപ്പിലാക്കാമെന്ന് ചർച്ച ചെയ്ത ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോ ഗവർണർ RSS മീറ്റിംഗിൽ പോകുന്ന നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. 51 വൈസ് ചാൻസലർമാരെ ഞാൻ നേരത്തെ രാജ്യസഭ അംഗത്തോട് ചൂണ്ടിക്കാട്ടി. 51 വൈസ് ചാൻസലർമാർ 700-ലധികം അധ്യാപകന്മാരെയൊക്കെ വിളിച്ചു ചേർത്ത് ആ സെമിനാറിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? RSS സർസംഘചാലക് മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ളവരാണെന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതെന്നാണ് വാർത്തകൾ. നരേന്ദ്രമോദിയെ ദൈവത്തിന്റെ പുനർജനി എന്ന് വിശേഷിപ്പിച്ച ലോകേഷ് ചന്ദ്രയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചർ റിലേഷൻസിന്റെ തലപ്പത്തേക്ക് 2016 നിയമിക്കപ്പെട്ടത്. മോദി സർക്കാർ അക്കാദമിക് മേഖലയിൽ നടത്തുന്ന തീവ്രമായ ഇടപെടലുകൾ, അതിനെതിരെ രംഗത്ത് വന്നവരിൽ പ്രമുഖൻ നൊബേൽ സമ്മാൻ ജേതാവായ അമർത്യ സെൻ ഉൾപ്പെടെയുള്ളവരാണെന്ന് നമുക്കറിയാം. നളന്ദ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി 2ാം തവണ തുടരേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കാനുള്ള കാരണമെന്തെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. രാജസ്ഥാൻ സർവകലാശാലയിൽ അനധികൃതമായി നിയമിക്കപ്പെട്ട JP സിംഗാൾ കേസ് കോടതിയിലെത്തിയതോടെ വിധിക്ക് പോലും കാത്തു നിൽക്കാതെ രാജിവെച്ചു പോവുകയായിരുന്നു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതുപോലെ കേരളമാകണോ? ഭാവിയിൽ ഇതുപോലെ കേരളത്തെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് സംഘപരിവാർ അജണ്ട. അതിന് LDF സർക്കാർ കൂട്ടുനിൽക്കണോ? സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ, മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഞങ്ങൾ ഈ മന്ത്രിസഭ ഇതിന് കൂട്ടുനിൽക്കണോ? കേരളത്തെ UP പോലെ, കേരളത്തെ ബീഹാർ പോലെ, കേരളത്തെ രാജസ്ഥാൻ പോലെ ആക്കി തീർത്ത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം ആരൊക്കെ നടത്തിയാലും ജീവൻ പോകുന്നത് വരെ പോരാടാൻ ഈ സർക്കാർ തയ്യാറാണ് എന്നിവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പ്രഖ്യാപിക്കണ്ടേ? അതല്ലേ LDFന്റെ പ്രത്യേകത. അതാണ് LDFന്റെ പ്രത്യേകത. എന്നാൽ LDF സർക്കാരിന്റെ ഈ നിലപാടിനെ വളരെ ബോധപൂർവം തകർക്കാനുള്ള ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ അതിനുവേണ്ടി ചിലരെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ചില തെറ്റായ വാർത്തകൾക്ക് തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിന്റെ ചുമതല സുനിൽ കനകോലു എന്ന നേരത്തെ BJPയെ കേന്ദ്രത്തിലും BJPയെ ഉത്തർപ്രദേശിലും അധികാരത്തിലെത്തിക്കാൻ വേണ്ടി വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച സുനിൽ കനകോലുവിനെ ചുമതലപ്പെടുത്തുന്നു. അതിന്റെ ഭാഗമായി ശബരിമല സംഭവത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നു. ശബരിമലയിൽ ഇത്രയധികം കാര്യങ്ങൾ സർക്കാർ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ 7 വർഷം കൊണ്ട് 220 കോടി രൂപയാണ് LDF സർക്കാർ ചെലവഴിച്ചത്. ശബരിമല തീർത്ഥാടകർക്കും തീർത്ഥാടന കാലത്തിനു ശേഷം പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന 6 ഇടത്താവളങ്ങൾ പൂർത്തിയായി വരുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. കിഫ്ബിയിൽ നിന്നും 108 കോടി രൂപ ചെലവിട്ടാണ് ചെങ്ങന്നൂർ MLA കൂടിയ മന്ത്രി ഇവിടെയുണ്ട്. കഴക്കൂട്ടം, ചിറങ്ങര, എരുമേലി, നിലക്കൽ, മണിയങ്കോട് എന്നിവിടങ്ങളിൽ ഇടത്താവളം നിർമ്മിക്കുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ വലഞ്ഞ കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്കുൾപ്പെടെ 467 കോടി രൂപയുടെ സഹായമാണ് LDF സർക്കാർ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രം 144 കോടി നൽകി. ശബരിമല സീസണിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പത്തനംതിട്ട, കോട്ടയം ജില്ലകൾക്ക് 16 ലക്ഷം രൂപയാണ് LDF സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ ഏത് കാലത്തിന്റെ ഇത്രയധികം തുക അനുവദിച്ചത്? കഴിഞ്ഞ മണ്ഡലകാലത്തിന്റെ ആദ്യ നാളുകളിൽ ശരാശരി 62,000 പേരായിരുന്നുവെങ്കിൽ ഇത്തവണ ഡിസംബർ 6 മുതലുള്ള 4 ദിവസങ്ങളിൽ തന്നെ തീർത്ഥാടകരുടെ എണ്ണം ശരാശരി 88,000 വർദ്ധിച്ചു. ദേശീയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ കേരളത്തിന് പുറത്തുനിന്നുള്ളവർ വലിയ തോതിൽ എത്തുന്നുണ്ട്. ചെന്നൈയിലെ പ്രളയം, തെലങ്കാന തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ആദ്യ നാളുകളിൽ വരാൻ കഴിയാതിരുന്നവർ ഇപ്പോൾ കൂട്ടത്തോടെ എത്തുന്നു എന്നുള്ളതാണ് വാർത്തകൾ. ഇത് മനസ്സിലാക്കി ദർശന സമയം 1 മണിക്കൂർ കൂടി വർദ്ധിപ്പിച്ചു. സ്പോട്ട് ബുക്കിംഗ് വഴി ഏതാണ്ട് 20,000 പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്. പുല്ലുമേട് കാനന പാതയിലൂടെ ശരാശരി 5,000 പേർ വന്നു. എല്ലാം ചേർത്ത് ഒരു ദിവസം 1,20,000-ലധികം തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തി. പൊതു അവധി ദിവസങ്ങളിൽ തിരക്ക് വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെ ഫലമായി ശബരിമലയിൽ എത്തിച്ചേരാൻ കൂടുതൽ സമയം വേണ്ടിവരുന്ന അവസ്ഥയുണ്ടായി. വരുന്നവർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. തിരക്ക് കൂടുന്നത് ഒരു പരാതിയായി കാണുന്ന സർക്കാരല്ല കേരളത്തിലെ സർക്കാർ.
എത്രത്തോളം ആളുകൾ അവിടെ വരുന്നോ അത്രത്തോളം വരുന്നവരെ എല്ലാ നിലയിലും സഹായിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. അപ്പൊ അത് തെറ്റായി സർക്കാരിനെതിരെ തിരിക്കാനുള്ള ശ്രമം നടത്തും. 18ാം പടിയിലൂടെ 1 മണിക്കൂറിൽ 4200 പേർക്കാണ് സാധാരണ നിലയിൽ ദർശനം സാധ്യമാവുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എത്തിച്ചേരുന്നവരിൽ വയോജനങ്ങളും കുട്ടികളും പ്രായമായ സ്ത്രീകളും ഒക്കെയും. ഇവർക്ക് പടി കയറാൻ അല്പം സമയം കൂടുതൽ വേണം. ഇത് മനസ്സിലാക്കിയാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം 80,000-ആയി ചുരുക്കിയത്. തിരക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇന്നലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ പ്രത്യേക യോഗം വിളിച്ചു. ദേവസ്വം മന്ത്രി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവിടേക്ക് നേരിട്ട് ഇന്നലെ പോയി. സ്പോട്ട് ബുക്കിംഗ് അത്യാവശ്യത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനാണ് തീരുമാനം. തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. കൂടുതൽ ഏകോപിപ്പിച്ച സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകാൻ തയ്യാറാകും. ശബരിമലയിലെ മണ്ഡലം മകരവിളക്ക് സീസൺ ഏറ്റവും സുഗമമാക്കി നടത്താനുള്ള ആസൂത്രണം LDF സർക്കാർ നേരത്തെ തുടങ്ങിയതാണ്. വളരെ നേരത്തെ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു. ദേവസ്വം മന്ത്രി നിരവധി യോഗങ്ങൾ വിളിച്ചു. വിവിധ വകുപ്പ് മന്ത്രിമാർ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗം വിളിച്ചു. ഏകോപനത്തിന്റെ ഭാഗമായി യോഗങ്ങൾ നടത്തി. ആ ജില്ലകളിലെ മന്ത്രിമാർ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു. അങ്ങനെ തീർത്ഥാടന കാലം സുഗമമായി നടത്താൻ ഉദ്ദേശിച്ചുള്ള ആലോചന യോഗങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ നടത്തി. ദുരന്ത നിവാരണ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്റ്റേറ്റ് പോലീസ് മേധാവിയും ജില്ലാ കലക്ടറും മറ്റു യോഗങ്ങളും ഇതിന്റെ ഭാഗമായി വിളിച്ചു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിലക്കൽ 86-ഉം പമ്പയിൽ 53-ഉം സന്നിധാനത്ത് 50-ഉം കുടിവെള്ള കിയോസ്കുകൾ സ്ഥാപിച്ചു. പമ്പ സന്നിധാനം കാനനപാതയുടെ ഇരുവശങ്ങളിലായി സ്ഥാപിച്ച ടാപ്പുകൾ വഴി ശുദ്ധീകരിച്ച കുടിവെള്ളമാണ് നൽകുന്നത്. കുടിവെള്ളത്തിനായി അടിയന്തര കിയോസ്കുകളും സജീവമാണ്. നിലക്കലിൽ ശുദ്ധീകരിച്ച വെള്ളവും മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളവും ടാങ്കർ ലോറിയിലൂടെ വിതരണം ചെയ്യും. ജല അതോറിറ്റിയുടെ പമ്പാ തീർത്ഥം കുടിവെള്ള പദ്ധതിയും ദേവസ്വം ബോർഡിന്റെ സൗജന്യ ചുക്കുവെള്ളം പദ്ധതിയും വലിയ നിലയിൽ ജനങ്ങൾക്ക് ആശ്വാസമായി മാറുന്ന സ്ഥിതിയുണ്ടായി. ഇതിനു പുറമെ നടപ്പന്തലിലും ക്യൂ കോംപ്ലക്സുകളിലും ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്ന എല്ലാ പരിസരങ്ങളിലും ദേവസ്വം ബോർഡ് ചുക്കുവെള്ളവും ബിസ്ക്കറ്റും നൽകുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ സംവിധാനം തന്നെ ഇതിന്റെ ഭാഗമായി ഒരുക്കി. നിലക്കലിൽ 449-ഉം പമ്പയിൽ 220-ഉം സന്നിധാനത്ത് 300-ഉം ക്ലീനിംഗ് ജോലിക്കാരാണുള്ളത്. ആകെ 2350 ടോയ്ലറ്റുകൾ ഒരുക്കി. ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെട്ട നിലക്കലിൽ 933, പമ്പയിൽ 412-ഉം സന്നിധാനത്ത് 1005-ഉം ടോയ്ലറ്റുകളാണുള്ളത്. നിലക്കലിൽ 3500-ഉം പമ്പയിൽ 1109-ഉം സന്നിധാനത്ത് 1927-ഉം വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചു. 15 എമർജൻസി മെഡിസിൻ സെന്ററുകളും 17 ആംബുലൻസുകളും തീർത്ഥാടകർക്കായി ഒരുക്കി. പമ്പയിൽ 2 വെന്റിലേറ്ററുകളും 25 IC യൂണിറ്റുകളും തയ്യാറാക്കി. യാത്രാ സൗകര്യമൊരുക്കുന്ന KSRTC ഞായറാഴ്ച വരെ 24,486 ട്രിപ്പുകൾ പമ്പയിലേക്കും 23,663 ട്രിപ്പുകൾ പമ്പയിൽ നിന്നും സർവീസ് നടത്തിയിട്ടുണ്ട്. കോവിഡിന് മുൻപത്തെ വർഷം സന്നിധാനത്തും പമ്പയിലും നിലക്കല്ലുമായി 11,415 പോലീസുകാരെയാണ് വിന്യസിച്ചത്. കഴിഞ്ഞ വർഷം 16,070. എന്തൊക്കെ കള്ള പ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പോലീസുകാരവിടെ ഇല്ല എന്ന പ്രചരണം നടത്തി. ഇത്തവണ 16,118 പോലീസുകാരെയാണ് ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഒരേ തരത്തിലാണ് എല്ലാ വർഷവും ഡ്യൂട്ടി നിശ്ചയിക്കുന്നത്. ശബരിമലയിൽ തിരക്ക് വരുമ്പോൾ സഹായം ചെയ്യാൻ 50 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരുടെ സേവനം വിട്ടുകൊടുത്ത് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ശബരിമലയാകെ 416 കോടി 74 ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് ഈ സർക്കാർ വന്ന ശേഷം PWD നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം പുനലൂർ പൊൻകുന്നം പാത വളരെ പ്രധാനപ്പെട്ട ശബരിമല പാതയാണ്. 748 കോടി 61 ലക്ഷം രൂപ ചെലവഴിക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. 2 റീച്ചും പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.
വന്നില്ല.
ബഹുമാനിയായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തി. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടതുപക്ഷ ബദൽ സമീപനം പൊതുവെ കണ്ണിലെ കരടായി മാറിയ കേന്ദ്ര സർക്കാർ, ആ സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം വളരെ ബോധപൂർവം ഇടതുപക്ഷ ബദൽ ഉയർത്തുന്ന കേരളത്തിലെ LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പല നിലയിലുള്ള ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കുപ്രചരണങ്ങൾ. ഇപ്പോൾ ശബരിമല സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ എണ്ണി ഇവിടെ ഞങ്ങൾ സൂചിപ്പിച്ചു. എന്നാൽ വളരെ ബോധപൂർവം കുപ്രചരണങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തുന്നു. ഒരു ചെറിയ കുട്ടി അച്ഛനെ ചുരുങ്ങിയ സമയം കാണാത്തത് ദൃശ്യം പകർത്തി ലോകത്താകെ പ്രചരിപ്പിക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛനെ കിട്ടുകയും അതിന് നേതൃത്വം കൊടുത്ത കേരള പോലീസിന് ടാറ്റ കൊടുക്കുകയും ചെയ്ത ആ സംഭവം ഇത് പ്രചരിപ്പിച്ച പലരും വാർത്തയാക്കാൻ തയ്യാറായില്ല. അവസാനം ആൾട്ട് ന്യൂസിന്റെ സ്ഥാപകൻ സുബൈർ വേണ്ടി വന്നു യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാൻ. കേരളത്തിൽ ഈ പ്രചരണത്തിന് സഹായം ചെയ്തു കൊടുത്ത ചില മാധ്യമ പ്രവർത്തകരെങ്കിലുമുണ്ട്. അവരെ അതിലേക്ക് നയിച്ചവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് എന്തെല്ലാം നിലയിലുള്ള പ്രചരണമാണ് ഇതിന്റെ ഭാഗമായി ലോകത്ത് നടത്താൻ നോക്കിയിട്ട്. ഇത് ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അത് വർദ്ധിക്കാൻ കാരണം കേരളത്തിലെ UDF ഒരു ഇലക്ഷൻ ഇവന്റ് മാനേജ്മെന്റ് തലവനെ കേരളത്തിലെ LDF സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ തലവന്റെ പേര് സുനിൽ കനകോലു എന്നാണ്. അദ്ദേഹം ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. 2014 രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ, അതും ഒരു സിംഗിൾ മെജോറിറ്റി നേടി 30 കൊല്ലത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് വരുന്നു. 984 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയതിനു ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളും പ്രധാനമന്ത്രിമാരെയും എടുത്ത് പരിശോധിച്ചാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സിംഗിൾ മെജോറിറ്റി ഇല്ല. 89 VP സിംഗും ചന്ദ്രശേഖറും, 991 നരസിംഹറാവു, 96 ദേവഗൌഡ, ഗുജറാൾ, 98 99 വാജ്പേയി, 2004 2009 മൻമോഹൻ സിംഗ്. അവർ പ്രധാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടിയല്ല രാജ്യം ഭരിച്ചത്. എന്നാൽ 2014 30 കൊല്ലത്തിന് ശേഷം നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് ലോകമാകെ അറിയുന്ന BJPയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് BJPക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടിയ അതിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ കനകോലു. 2017 ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കി BJP അധികാരത്തിലെത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സുനിൽ കനകോലു. അതിന് അദ്ദേഹം പയറ്റിയ തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ പയറ്റുന്നത്. ഇപ്പോ ഈ കുട്ടിയുടെ ചിത്രം നമ്മൾ പറഞ്ഞല്ലോ, ഇതുപോലുള്ള തന്ത്രങ്ങളായിരുന്നു അന്ന് പയറ്റിയത്. അതോടൊപ്പം യോഗി ആദിത്യനാഥിന്റെ ചുവട്ടിൽ മന്ത്രിച്ചു കൊടുത്തു, അധികാരത്തിൽ വരണമെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കണം, വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കണം. മുസഫർ നഗർ കലാപം പോലെയുള്ള ഉത്തർപ്രദേശിലെ കലാപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം കലാപങ്ങളിൽ പാവപ്പെട്ട മുസൽമാനെയും ക്രൈസ്തവനെയും ഇരയാക്കി യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ വ്യക്തിയാണ് സുനിൽ കനകോലു. അദ്ദേഹത്തിന്റെ കൈകളിൽ ആ ചോരക്കറ മാഞ്ഞിട്ടില്ല. അദ്ദേഹത്തെയാണ് KPCCയുടെ നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി ഇരുത്തിയിട്ടുള്ളത്. ആത്മാഭിമാനമുള്ള മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ എങ്ങനെ ഈ വിഷയത്തെ കാണും? എന്താണ് മുസ്ലിം ലീഗിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഉത്തർപ്രദേശിലെ ഒന്നും അറിയാത്ത തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിന് ആക്രമിക്കപ്പെട്ട മുസൽമാന്മാർ, കൊല്ലപ്പെട്ട മുസൽമാന്മാർ, ക്രിസ്മസ് ആഘോഷിച്ചതിന് ആക്രമിക്കപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർ, അവരെ ആക്രമിക്കാനുള്ള എല്ലാ ഉപദേശവും നൽകി അതിന് നേതൃത്വം കൊടുക്കാൻ BJPയെ സജ്ജമാക്കിയ സുനിൽ കനകോലുവാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഉപദേഷ്ടാവ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ ചോരക്കറ മാഞ്ഞിട്ടില്ല. UDFിലെ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. ആ മതനിരപേക്ഷ മനസ്സുള്ള UDFിന്റെ നിസ്വാർത്ഥമായ UDFിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്നവർ തിരിച്ചറിയണം ഈ സുനിൽ കനകോലുവിനെ. ആ സുനിൽ കനകോലുവിനെയാണ് ശബരിമല സംഭവത്തിലും ഉത്തർപ്രദേശിൽ ചെയ്തതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിക്കാൻ, രാജ്യത്തെ BJP അധികാരത്തിലെത്തിക്കാൻ ചെയ്തതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ വക്രീകരിക്കാൻ, അതിന്റെ മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും മന്ത്രിമാരെയും മന്ത്രിസഭയെയും LDF സർക്കാരിനാകെയും ദുർബലപ്പെടുത്താനുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. BJP ഇടതുപക്ഷ ബദലിനെ എല്ലാ നിലയിലും ഭയക്കുന്നു.
അതിന്റെ ഭാഗമായി ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJP, RSS അതിന്റെ രാഷ്ട്രീയം പയറ്റുമ്പോൾ അതിന് ആ രാഷ്ട്രീയത്തെ പ്രചരിപ്പിക്കാൻ, ആ രാഷ്ട്രീയത്തെ ഏറ്റുപിടിക്കാൻ 3 പ്രധാന ഓഫീസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഒന്ന് BJPയുടെ സംസ്ഥാന കാര്യാലയം. സ്വാഭാവികമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ രാഷ്ട്രീയ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കാൻ ഓഫീസ് പ്രവർത്തനം നടത്തും. 2 കേരളത്തിലെ ഗവർണറുടെ ഓഫീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവർണറുമായി ബന്ധപ്പെട്ട ചരിത്രം, നമ്മുടെ രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ, രാജ്യം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രശ്നങ്ങൾ, കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഉയർത്തിയ വാദങ്ങൾ. മൂന്നാമത്തത്, BJP സംസ്ഥാന ഓഫീസും ഗവർണറുടെ ഓഫീസും പോലെ LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJPയുടെയും RSSന്റെയും രാഷ്ട്രീയം പയറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് KPCCയുടെ ഓഫീസാണ്. ഈ 3 ഓഫീസുകളാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രവർത്തിക്കുന്നത്. KPCCക്ക് ഒരു നിലപാട് വ്യത്യസ്തമായി BJP ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളിലുണ്ടോ? ഗവർണർ വിഷയം. ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഗവർണർ പദവികളെ BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ഉപയോഗിക്കും എന്നുള്ള നിലപാടാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടെ പറയുന്നത്? എന്തുകൊണ്ട് പറയുന്നില്ല? ദേശീയ അന്വേഷണ ഏജൻസികളെ ഒരു ഉപകരണമാക്കി BJP ഇതര സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുവെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത ദേശീയ നയമാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനുള്ളത്? എല്ലാം നമുക്ക് കാണാം. അപ്പോ ഈ 3 ഓഫീസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത് അധികാര കസേരയിൽ BJP ഇരുത്തിയ സുനിൽ കനകോലുമല്ല, അതിലും വലിയ കോല് വന്നാലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കുതിച്ച് മുന്നോട്ട് തന്നെ പ്രയാണം നടത്തുമെന്നുള്ളതിന് സംശയമില്ല. അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ട്, ജനങ്ങൾ കൂടെയുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷത, ആ മതനിരപേക്ഷത മുറുകെ പിടിച്ചാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ LDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ ക്രിസ്മസ് നിർഭയം ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്ന ഏക സംസ്ഥാനമായി കേരളം മാറുന്നു. മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തെ പിൻപറ്റി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഏക സംസ്ഥാനമായി കേരളം മാറുന്നു. ആ മാറ്റം ഇനിയും ശക്തിയുക്തം തുടരണം. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാ നിലയിലുമുള്ള പിന്തുണ നൽകിയ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.